അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനസ്സ് നിറയെ സന്തോഷാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പടച്ച തമ്പുരാനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇംദാദീസ് വ്ലോഗ് എന്ന നമ്മുടെ ഈ ചാനലിൽ ആദ്യമായി മസാ ഉൽ ഖൈർ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ തുടങ്ങാൻ. അൽഹംദുലില്ലാ. റസ വ്ലോഗ്സ് എന്ന നമ്മുടെ മെയിൻ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ നമ്മളിങ്ങനെ സ്വബാഹുൽ ഖൈറിലൂടെ അൽഹംദുലില്ലാ പറയാണ് അല്ലേ. ആ അൽഹംദുലില്ലയുടെ ഊർജം ഇങ്ങനെ നിറഞ്ഞു നിന്ന് നമ്മളിതാ വൈകുന്നേരം സന്ധ്യാസമയമാകുമ്പോഴേക്ക് ആ ഊർജം ഒന്ന് ചോർന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി മുഴുവൻ അള്ളാഹുവിൻ്റെ തർബിയത്തിലാകാൻ വേണ്ടി ഒരു അടിപൊളി ലൈഫ് രാവിലെയും വൈകുന്നേരം അടിപൊളിയാകാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ വീണ്ടും നമ്മൾ പറയാൻ മസാ ഉൽ ഖൈറിലൂടെ. രാവിലെ സ്വബാഹുൽ ഖൈർ ആണെങ്കിൽ വൈകുന്നേരം മസാ ഉൽ ഖൈർ. അപ്പോൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് എല്ലാ ടെൻഷനും മാറ്റിവെച്ച് എൻ്റെ റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത്, എൻ്റെ റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത്, ആ റബ്ബ് എനിക്ക് എന്ത് തന്നാലും ഗുണമാണെന്നുള്ള ബോധ്യത്തിൽ ഒന്ന് കണ്ണടച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ്. ഇതാ ഒരു ആംബുലൻസ് ഇങ്ങനെ പോകുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. ആരെയാണോ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് അള്ളാഹു രോഗിക്ക് പരിപൂർണ ഷിഫാ കൊടുക്കട്ടെ, പരിപൂർണ സൗഖ്യം കൊടുക്കട്ടെ. അപ്പോൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു ആസ്വാദ്യമായ അള്ളാഹു തൃപ്തിപ്പെടുന്ന നമ്മുടെ മനസ്സ് നിറയുന്നൊരു ലൈഫ് ആസ്വദിക്കാൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുന്ന മനോഹരമായ ഒരു ബൈത്തുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതാകണമെന്ന് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. കാരണം മുത്ത് ഹബീബിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റൂല ഇല്ലേ. അതുകൊണ്ടാണ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചൊല്ലൂ എന്നാ പറഞ്ഞേ. കണ്ടോ, അപ്പൊ അള്ളാഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്ത് അള്ളാഹ് അങ്ങനെ പറയണമെങ്കിൽ മുത്തുനബി അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും. അപ്പൊ ആ ഹബീബിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് എത്താൻ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ അതിന് സാധ്യമാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്ന് നമ്മളൊരു സ്വലാത്ത് പഠിക്കാൻ, വെറും ഒരു സ്വലാത്തല്ല, സ്വലാത്തിന്റെ ഒരു ബൈത്താണ്. എന്നാൽ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഒരുപാട് സ്വലാത്തുകൾ, ഏത് സ്വലാത്താണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്വഹാബിയോട് പറയുന്നുണ്ട്, മോനെ സ്വലാത്ത് അധികരിപ്പിക്കണം, ഒരുപാട് ചൊല്ലണം, അതിലൂടെ നിന്റെ എല്ലാ ടെൻഷനും മാറുമെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിശുദ്ധമായ ദുൽഖഅദ മാസം, അള്ളാഹ് ബഹുമാനിച്ച മാസാണ്. അള്ളാഹ് ബഹുമാനിച്ച മാസത്തിലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയുടെ പകലും ഒക്കെയാണ് കടന്നു വരുന്നത്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അത് തരൂലേ. അതും ഈ വിശിഷ്ടമായ അള്ളാഹുവിന്റെ മഹത്തുക്കൾ ചൊല്ലിപ്പോന്ന സ്വലാത്തിന്റെ ബൈത്ത് മുൻനിർത്തി അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും, ഉറപ്പാണ്. അവൻ കൈവിടില്ലല്ലോ. സ്വലാത്തിന് അത്ര വലിയ മഹത്വമല്ലേ. ഏതായാലും ആ സ്വലാത്ത് ബൈത്തൊന്ന് ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഡെയിലി ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ബൈത്ത് നമുക്കൊന്ന് ചൊല്ലാൻ പറ്റണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇനി മസാ ഉൽ ഖൈർ എന്ന പരിപാടി എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കാണ് നടക്കുക. എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് രാവിലെ 6 മണിക്ക് സ്വബാഹുൽ ഖൈറും വൈകുന്നേരം 5 മണിക്ക് മസാ ഉൽ ഖൈറും ഉണ്ടാവും. അപ്പോൾ 5 മണിക്ക് എല്ലാവരും എത്തുക. ഇനി ആ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴാന്ന് വെച്ചാൽ കാണുക. അങ്ങനെ കണ്ട് നമ്മുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ അന്വർത്ഥമാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ആ ബൈത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد الفاتح الخاتم المعلم. اللهم صل على محمد الواصل الكامل المحشم. اللهم صل على محمد الطاهر الطيب المكرم. اللهم صل على محمد من جاهه واسع وأعظم.
اللهم صل على محمد من وصفه للعلا مترجم. اللهم صل على محمد من ذكره مطلب ومغنم. اللهم صل على محمد ومن به ربنا تكرم. اللهم صل على محمد من نوره في البرايا قد غم. اللهم صل على محمد ثغر المعالي به تبسم. اللهم صل على محمد من حبه في الفؤاد خيم. اللهم صل على محمد والآل والصحب المقدم. اللهم صل على محمد بمدحه نبتدي ونختم. اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, ഇതാണ് മനോഹരമായ ബൈത്ത് എന്ന് പറയുന്നത്. ഇതിൽ മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുന്നവർക്ക് ഭയങ്കര മഹത്വമല്ലേ. ഇപ്പോ ഇമാം തിർമിദിയും ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാമല്ലോ, മദീന പള്ളിയിൽ 2 മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ എന്തിനാ? ഖുത്ബ ഓതാൻ. നമുക്കറിയാം. രണ്ടാമത്തെ മിമ്പർ എന്തിനാ? 2 മിമ്പറിന്റെ ആവശ്യം എന്താ? രണ്ടാമത്തെ മിമ്പർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ചൊല്ലാനായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മൗലിദ് ചൊല്ലുന്നില്ല എങ്കിൽ, മൗലിദുമായി ബന്ധമില്ല എങ്കിൽ, ആ സ്വഹാബുകളുമായി, സ്വഹാബിയത്തും അല്ലെങ്കിൽ സ്വഹാബാക്കളുമായി ബന്ധമില്ലാത്തവരായി നമ്മൾ മാറിയില്ലേ? ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഈ ബൈത്ത് ഇങ്ങനെ മുത്തുനബിയുടെ മൗലിദ് ഇങ്ങനെ ചൊല്ലുന്നത് കാണുമ്പോൾ ശിർക്കാണ്, ഇറങ്ങിപ്പോടാന്നൊന്നും അല്ല പറഞ്ഞത്. ഹബീബായ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ദുആർക്കാണ്. അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബിറൂഹിൽ ഖുദ്സ്. പടച്ചോനെ, ഹസ്സാൻ ഇബ്നു സാബിത്തിന് ഈ ചെയ്യുന്ന കാലമത്രയും, ഈ മൗലിദ് ഓതുന്ന കാലമത്രയും ജിബ്രീലിന്റെ സഹായം കൊടുക്കണേ അല്ലാന്ന് ദ്വാരക്കണത് ആരാ? ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. അപ്പൊ നിങ്ങൾക്കും വേണോ ജിബ്രീലിന്റെ സഹായം? ആ സഹായം കിട്ടിയാൽ സമാധാനല്ലേ? രോഗവിഷയങ്ങൾ പറഞ്ഞവർ, സങ്കടങ്ങൾ പറഞ്ഞവർ, എന്ത് ടെൻഷനും അകലാൻ സ്വലാത്ത് മതി. അപ്പൊ ഈ സ്വലാത്ത് ബൈത്ത് ഡെയിലി ഒരു തവണയെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചൊല്ലുക അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. മനോഹരമായി ആ ബൈത്ത് ഇങ്ങനെ ചൊല്ലുക. അങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മുടെ ജീവിത സാക്ഷാത്കാരം മുത്ത് ഹബീബിനെ കാണലാണ്. മുത്ത് ഹബീബിനെ കണ്ടാലേ നമുക്ക് അള്ളാഹിനെ കാണാൻ പറ്റൂ. അള്ളാഹു ആ കാഴ്ച ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരിക്കൽ മാരക രോഗവുമായി ബന്ധപ്പെട്ടൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ, സ്വലാത്ത് ഞാൻ ഒരുപാട് ചൊല്ലാറുണ്ട് ഉസ്താദെ, എനിക്കൊരു സ്വലാത്ത് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞത് ഈ സ്വലാത്ത് ബൈത്ത് അവനോട് ധാരാളം ചൊല്ലാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഏതാണ്ട് 8.5 മാസത്തിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ രോഗത്തിന് വലിയ മാറ്റം. പകുതിയിലേറെ മാരക രോഗം പിടിപെട്ട എനിക്ക്, അല്ലെങ്കിൽ ക്യാൻസർ പിടിപെട്ട എനിക്ക് പകുതിയിലേറെ എൻ്റെ രോഗം ശിഫയായിരിക്കുന്നു. ഇനി എനിക്ക് വിഷയമില്ല, ഇനി എനിക്ക് വിഷമമില്ല, ഇത് മരുന്നുകൊണ്ട് മാറുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഇതൊരിക്കലും മാറില്ല എന്നാണ്, ഇനി മരണമല്ലാതെ മുമ്പിലില്ല എന്നാണ്. ഈ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തും, പൊട്ടിക്കരയും. അങ്ങനെ അൽഹംദുലില്ലാ ഇന്ന് ഞാൻ മരുന്നുകൊണ്ട് ഇതൊക്കെ ശിഫയാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സന്തോഷിക്കുന്നൊരു രോഗിയാണ്. അൽഹംദുലില്ലാ. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ സഹോദരനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പതിയെ മരുന്നിൻ്റെ ഡോസൊക്കെ കുറച്ച് വരാൻ തുടങ്ങി, ഇപ്പോൾ എനിക്ക് ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ടില്ല, എനിക്ക് പ്രയാസങ്ങളില്ല എന്ന്. അൽഹംദുലില്ലാ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളിൽ ക്യാൻസർ രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ മാരക രോഗത്തിൻ്റെ വിത്തിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അത് തട്ടിക്കളയുമെന്ന ഉറച്ച ബോധ്യം നമ്മിൽ ഉണ്ടാകണം. എന്നിട്ട് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മനോഹരമായ ബാനത്ത് സുആദ് എന്ന മുത്തുനബിയുടെ മൗലിദ് ഇങ്ങനെ പാടുമ്പോഴേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന
ആ മനോഹരമായ ഷാൾ അണിയിച്ചു കൊടുക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സ്വഹാബത്ത് എല്ലാവരും, എന്തിനേറെ മലക്കുകൾ പോലും, എന്തിനേറെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അള്ളാഹു പോലും മുത്തുനബിയുടെ മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നമ്മൾ ചൊല്ലണ്ടേ? പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ കടന്നു വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് ബൈത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ടെൻഷൻ മാറും. എൻ്റെ കൂടെ അള്ളാഹിന്റെ ഹബീബുണ്ട്, ആ ഹബീബിലൂടെ എനിക്ക് റബ്ബിനെ കിട്ടും, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിലാകട്ടെ. ആ മദ്ഹ് പ്രണയത്തിൽ അധിഷ്ഠിതമാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇത് മസാഉൽ ഖൈറിന്റെ 1ാമത്തെ മജ്ലിസാണ്. നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചെറിയൊരു സദസ്സ്. ഇനി മുതൽ എല്ലാ ദിവസവും മസാഉൽ ഖൈർ സദസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും. എല്ലാ ആഴ്ചയും ഇവിടെയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 1000 രൂപ വെച്ച് സമ്മാനം കൊടുക്കും. മാസം തികയുമ്പോൾ 3000 രൂപ സമ്മാനം കൊടുക്കും. അങ്ങനെ ഒരുപാട് സമ്മാന പദ്ധതികളൊക്കെ ആയിട്ട് നമുക്ക് മനോഹരമായി മുമ്പോട്ട് പോകണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ, സാധുക്കളായ ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഫലമെന്നോണം ജീവിതത്തിലുടനീളം സമാധാനം ആസ്വദിക്കാൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 4444 തവണ ചൊല്ലിയാൽ ഏത് പ്രയാസവും നീങ്ങുമെന്ന് മഹാന്മാരായ അഇമ്മത്തുകൾ, ഇമാം ഖുർത്തുബിയെ പോലുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ആ സ്വലാത്ത് ഏതാണ്? 4444. ഈ എണ്ണം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് ഏതാണ്? കമന്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നാളെ മുതൽ നമ്മുടെ ലൈഫിൽ പതിവാക്കേണ്ട ഒരു ദിക്ർ കൂടെ നമുക്ക് വൈകുന്നേരം ചൊല്ലാനുണ്ട്. അതായത് മസാഉൽ ഖൈറിൽ ചൊല്ലാനുണ്ട്. സ്വബാഉൽ ഖൈറിൽ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലുന്നുണ്ട്. മസാഉൽ ഖൈറിൽ നാളെ മുതൽ ഒരു ദിക്ർ നമുക്ക് പതിവാക്കണം. അങ്ങനെ രാവിലെയും വൈകുന്നേരവും റബ്ബുൽ ആലമീന്റെ തർബീയത്തിലാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പടച്ച റബ്ബ് ഈ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ഫലമെന്നോണം നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും, എന്ത് മുറാദുണ്ടോ അള്ളാഹു വീട്ടിത്തരട്ടെ, എന്ത് സങ്കടമുണ്ടോ അള്ളാഹു മാറ്റിത്തരട്ടെ, ഏത് പ്രതീക്ഷയാണോ മനസ്സിലുള്ളത് അള്ളാഹു പൂർത്തീകരിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.